തമിഴകം നാളെ വിധി എഴുതുകയാണ്. 234 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 5.25 കോടി വോട്ടർമാർ ജനാധിപത്യ പൊങ്കലിൽ പങ്കെടുക്കും. ഭരണം നിലനിർത്താൻ DMK-യും കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ ആശീർവാദത്തിൽ AIDMK-യും ഒപ്പം വിജയുടെ TVK-യും പെരും പോരിലാണ്. TVK ട്രോജൻ കുതിരയാകുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലുയരുന്ന ചോദ്യം. പ്രചാരണ പരിപാടിയിൽ എവിടെയും വിജയിയുടെ പേര് പറയാതിരിക്കാൻ സ്റ്റാലിൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രചാരണത്തിലുടനീളം DMK-യെ മാത്രം ആക്രമിക്കാൻ വിജയിയും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വിജയ് പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുക, ആർക്ക് ഗുണം ചെയ്യും, പ്രചാരണത്തിലുടനീളം എന്തൊക്കെയാണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫൈനൽ ആർഗ്യുമെൻ്റ് ആദ്യം സംസാരിക്കുന്നത്. പ്രമോദ്, തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ ഡീലിമിറ്റേഷൻ നടത്തുകയും അങ്ങനെ സൗത്ത് ഇന്ത്യയെ പൂർണ്ണമായും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുടെ ഒരു രാഷ്ട്രീയ ചിന്ത BJP-യുടെ ഭാഗത്ത് നടക്കുന്നൊരു സന്ദർഭത്തിൽ കൂടിയാണ് തമിഴ്നാട്ടിൽ വീണ്ടും DMK തുടരണമെന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നണി ഉയർത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് വിജയിയുടെ പാർട്ടിയുണ്ട്. തുടക്കത്തിൽ വിജയ് ഒരിക്കലും ഒരു ഭീഷണിയാകില്ല എന്ന് DMK കരുതിയെങ്കിൽ പിന്നീട് പക്ഷേ വിജയിയുടെ ഓരോ പരിപാടിയിലും കൂടുന്ന ജനക്കൂട്ടം അത് വോട്ടായി മാറിയാൽ അത് ഭീഷണിയാകുമെന്ന് DMK-ക്ക് അറിയുകയും ചെയ്യാം. മറുഭാഗത്ത് BJP അവരുടെ സർവ്വസന്നാഹങ്ങളും തമിഴ്നാട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ DMK-ക്ക് പ്രതീക്ഷയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. DMK-യുടെ പ്രതീക്ഷ കുറയ്ക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല. TVK ഓഫ് കോഴ്സ് വിജയയുടെ ഒരു താരപരിവേഷത്തിൻ്റെ ഭാഗമായി മാത്രമല്ല അയാൾ ഉന്നയിക്കുന്ന അയാളുടെ ഒരു എന്താ പറയുക നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പ്രചാരണ രീതിയുടെ അതിനോട് താല്പര്യപ്പെട്ട് മാത്രമല്ല യുവത്വം ഇതെല്ലാം കൂടി പരിഗണിച്ച് ധാരാളം പേർ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് എത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് യുവാക്കളാണ് കൂടുതൽ, നമുക്കറിയാം അത്. അപ്പോൾ അതുകൊണ്ട് യുവാ വോട്ടർമാരെ നല്ല തോതിൽ സ്വാധീനിക്കാൻ ഒരുപക്ഷെ വിജയ്ക്ക് സാധിച്ചേക്കുമെന്ന പൊതു നിരീക്ഷണമാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് അദ്ദേഹം DMK-ക്കെതിരെയും BJP-ക്കെതിരെയും എന്ന നിലപാടെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്സിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. DMK എന്നത് DMK ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് DMK എതിർക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയമായി ഞങ്ങൾ DMK-യെയും പ്രത്യയശാസ്ത്രപരമായി BJP-യെയും എതിർക്കുന്നുവെന്നാണ് വിജയ് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DMK ഓൾറെഡി അവിടെ തമിഴ്നാടിൻ്റെ ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ പാർട്ടിയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാലിൻ ഒരു വിഷയത്തെയും ഒരു പാർട്ടിയുടെ വിഷയമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മാത്രം തമിഴ്നാടിൻ്റെ മാത്രം വിഷയമായിട്ടോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതിയിൽ മുഴുവൻ വരുന്നതെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്നിങ്ങോട്ട് നമ്മളെ ഭരിക്കാൻ വരുന്ന ആളുകളെ നമ്മൾ ചെറുക്കണം എന്നുള്ളതാണ്. അതായത് ഫെഡറലിസത്തിൻ്റെ ഒരു നായകനായി, അതിൻ്റെ ഒരു ക്യാപ്റ്റനായി, അതിൻ്റെ ഒരു വലിയ വക്താവായി അദ്ദേഹത്തെ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു എന്താ പറയുക തമിഴ് ജനതയുടെ ഒരു പിന്തുണയുണ്ട്. അതിനോട് എതിരിടാൻ നിൽക്കുന്ന വിജയിയെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു സാധ്യതയുമില്ലാതെ പോവുകയാണ്. രണ്ടാമത് BJP അദ്ദേഹം കാര്യമായി എതിർക്കുന്നില്ല എന്നൊരു പരാതി ഒരുപക്ഷെ ഉയരാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും വിജയ്ക്ക് പ്രതികൂലമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹം വോട്ട് പിടിക്കുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എനർജി, അദ്ദേഹത്തിന് എന്താ പറയുക ഒരു പുതുമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തമിഴ് രാഷ്ട്രീയത്തിൽ. ഇനിയിപ്പോൾ ഫർദറായിട്ട് ഇനിയൊരു കാലത്ത് ഒരുപക്ഷെ സ്റ്റാലിൻ്റെ മകൻ കയറി വരുന്നു, വിജയ് മറ്റൊരു ഭാഗത്ത് കയറി വരുന്നു. അങ്ങനെ ഒരു രണ്ട് പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു പഴയ ഒരു ലെവലിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം പോവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇത്തവണ വിജയ് അധികാരത്തിലെത്തുന്ന നിലയിലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള 100% ഉറപ്പാണ്. DMK സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കുന്നത്.